ഹലോ ട്രേഡേഴ്സ്. അപ്പോൾ ഇന്ന് ഞാൻ ഫിനവേഴ്സിയയുടെ പ്ലാറ്റ്ഫോമിലാണ് ഒരു ട്രേഡ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഫണ്ട് ഏകദേശം ഒരു 2800 രൂപയുടെ ഉള്ളൂ. അപ്പോൾ രാവിലെ തന്നെ ഞാനൊരു എൻട്രി എടുത്തായിരുന്നു. ഞാൻ 9:43 ആയപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലൊരു എൻട്രി എടുത്ത് ഏകദേശം 104 എടുത്തിട്ട് 128 ഞാൻ കൊടുത്തത്. ഒരു 587 രൂപയുടെ പ്രോഫിറ്റ് ഞാനവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് നമുക്ക് ട്രേഡിംഗ് വ്യൂ പോയിട്ട് ചാർട്ടൊന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, ഇതാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻ. മാർക്കറ്റ് ഇങ്ങനെ കൺസോൾഡേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ക്യാൻഡിൽസ് ഹെയ്ക്കിനാഷിയാണ് ഇട്ടേക്കുന്നത്. ഞാൻ ബ്രേക്ക് ഔട്ടാണ് പ്രതീക്ഷിക്കുന്നത്, അതുകൊണ്ടാണ് ഹെയ്ക്കിനാഷ് ഇട്ടേക്കുന്നത്. ഹെയ്ക്കിനാഷ് ഇട്ടാലാണ് എൻ്റെ കേസിൽ എനിക്ക് കറക്റ്റ് ബ്രേക്ക് ഔട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് നിഫ്റ്റിയുടെ കാര്യത്തിൽ ഒന്ന് നോക്കാം. നിഫ്റ്റി എന്തായാലും താഴ്ത്തിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. താഴെ എൻ്റെ ഒരു ട്രെൻഡ് ലൈനിലേക്ക് എത്തിയത്. പക്ഷെ ഞാനത് അത്ര കാര്യമായിട്ട് എടുത്തില്ലായിരുന്നു. അത്ര ട്രേഡിൽ അത്ര ശ്രദ്ധിച്ചില്ലായിരുന്നു. ഞാനൊക്കെ തിരക്കൊക്കെ ആയി പോയതുകൊണ്ട്. അപ്പോൾ ഇന്ന് മാർക്കറ്റ്, അതായത് നിഫ്റ്റീനെ താഴെ കൊണ്ടുവരാൻ വേണ്ടി ബാങ്ക് നിഫ്റ്റി നന്നായിട്ടൊന്ന് ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഓപ്പർച്യൂണിറ്റി പ്രതീക്ഷിക്കുന്നത്. അവിടെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുമ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഒരു എൻട്രി എടുത്ത് ജസ്റ്റ് സ്കാൽപ്പ് ചെയ്യുള്ളൂ. ഇന്ന് അങ്ങനെ ഹോൾഡ് ചെയ്യുന്നില്ല. അതെ, ഇപ്പോഴൊന്നും എന്തായാലും ബ്രേക്ക് ഔട്ട് ആവത്തില്ല. എന്തായാലും കുറേ ടൈം എടുക്കും. എന്തായാലും ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ ഏകദേശം ബ്രേക്ക് ഔട്ട് ആവുന്ന ടൈമിൽ ഞാൻ പെട്ടെന്ന് അപ്ഡേറ്റ് തരാം. ഇപ്പോൾ നമ്മുടെ എൻട്രി ലെവലിലോട്ട് മാർക്കറ്റ് എത്തിയിരിക്കുന്നു. ഞാൻ വരച്ച 2 ലൈനിൻ്റെ ഇടയ്ക്കായിരുന്നു ഇത്രയും നേരം മാർക്കറ്റ് കിടന്നിരുന്നത്. അപ്പോൾ അവിടുന്ന് ചെറിയൊരു ബ്രേക്ക് ഔട്ട് ബാങ്ക് നിഫ്റ്റി തരുന്നുണ്ട്. അത് എന്തായാലും ബ്രേക്ക് ഔട്ട് കഴിഞ്ഞൊരു ജസ്റ്റ് ഒരു ക്യാൻഡിലൂടെ ഫോമായിട്ട് മാത്രമേ ഞാൻ എൻട്രി എടുക്കത്തുള്ളൂ. ഇത് നോർമൽ ക്യാൻഡിലാണ്. ഞാൻ ജസ്റ്റ് ഹെൻകിനാഷയും കൂടെ നോക്കിയിട്ടാണ് എൻട്രി ചെയ്യത്തുള്ളൂ. ബാങ്ക് നിഫ്റ്റി ഉദാബിലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ജസ്റ്റ് ഇതൊരു ഫേക്ക് ബ്രേക്ക് ഔട്ട് ആവാനാണ് ചാൻസ്. അപ്പോൾ അതേപോലെ തന്നെ കയറിപ്പോകും. എന്തായാലും ഞാൻ സ്കാൽപ്പ് ചെയ്യുന്നുള്ളൂ. ഞാൻ അധികം പോയിൻ്റ് അതിൻ്റെ അകത്ത് നോക്കുന്നില്ല. ഞാൻ 2 പി പൊസിഷൻ എടുത്ത് വാച്ച് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. 41,600. ഇപ്പോൾ 138 രൂപയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 135 താഴെ വന്നാലാണ് ബൈ ചെയ്യാനുള്ള ഫണ്ട് എൻ്റെ കയ്യിലുള്ളൂ. എന്തായാലും നമുക്ക് ജസ്റ്റ് ഒരു ക്യാൻഡിഡേറ്റ് വന്നിട്ടാണ് ഞാൻ എന്തായാലും എൻട്രി എടുക്കത്തുള്ളൂ. ജസ്റ്റ് ക്യാൻഡിൽ ഏകദേശം 35 പോയിൻ്റ് താഴെ, 35 പോയിൻ്റ് താഴെ ഒരു ക്യാൻഡിൽ വന്നു. നമുക്ക് ഹെയ്ക്കിനാഷിയിലോട്ടൊന്ന് സ്വിച്ച് ചെയ്ത് നോക്കാം. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. ഹെയ്ക്കിനാഷി, ഓക്കെ. ഹെയ്ക്കിനാഷിയിൽ ശരിക്കും അത് ബ്രേക്ക് ഔട്ട് ആയിട്ടില്ല. ഓക്കെ, നോർമലി തന്നെ പോവാം, ഇതായിരിക്കും നല്ലത്. ഹെയ്ക്കിനാഷിയിൽ ബ്രേക്ക് ഔട്ട് ആയിട്ടില്ല, അതുകൊണ്ട് ഞാൻ എൻട്രി ചെയ്യുന്നില്ല. വേണമെങ്കിൽ കിട്ടുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് സ്കാൽപ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ ആ ബ്രേക്ക് ഔട്ടിൽ നമുക്ക് ശരിക്കും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയില്ല. ശരിക്കും അതൊരു ബ്രേക്ക് ഔട്ടെന്ന് പറയാൻ പറ്റത്തില്ല. അത് ഹെയ്ക്കിനാഷിയിൽ നമ്മളെ ചതിച്ച്. പക്ഷേ ഹെയ്ക്കിനാഷിയിൽ അടുത്ത് ഗ്രീൻ വന്നപ്പോൾ തന്നെ ഞാൻ എക്സിറ്റായി. ഇപ്പോൾ മാർക്കറ്റ് ടോപ്പ് നമ്മുടെ ട്രെൻഡ് ലൈനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ആ സമയത്ത് ഞാൻ പെട്ടെന്നൊന്ന് സ്കാൽപ്പ് ചെയ്തായിരുന്നു. പക്ഷേ 4 പോയിൻ്റേ കിട്ടിയുള്ളൂ. 200 രൂപ, 41,600 ബി, 100 രൂപയെ കിട്ടുള്ളൂ. പക്ഷേ ഫിനവേഴ്സി ആയതുകൊണ്ട് നമുക്ക് ഗുണമാണ്. 10 രൂപ ചാർജ് പോകത്തുള്ളൂ. ബാക്കി 90 രൂപ പോക്കറ്റ് കിടക്കും.
അപ്പോൾ 687 രൂപ ടോട്ടൽ പ്രോഫിറ്റ് ആയിട്ടുണ്ട്. ഇന്നിനി ഫുള്ള് ഇനി ഇടയ്ക്ക് കിടന്ന് കളിക്കുമെന്ന് തോന്നുന്നു മാർക്കറ്റ്. അപ്പം എന്തായാലും ഞാൻ ഇന്നത്തെ എന്തായാലും ട്രേഡ് നിർത്തുവാണ്. കാരണം നമ്മുടെ കയ്യിലുള്ള ഫണ്ടിൻ്റെ ഏകദേശം 20% മുകളിൽ നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കി. അപ്പോൾ പിന്നെ ഇന്നൊരു നല്ല ദിവസമാണ്. ഞാൻ കിട്ടുന്ന പ്രോഫിറ്റിൽ ഒരു 80%ഓളം അപ്പം തന്നെ വിഡ്രോ ചെയ്ത് എൻ്റെ അക്കൗണ്ടിലോട്ട് മാറ്റും. ഞാൻ ജസ്റ്റ് ചുമ്മാ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ പൈസ ഉപയോഗിക്കാറുള്ളൂ. അല്ലാതെ ജസ്റ്റ് സേവിങ്സ് ഒന്നുമില്ല. ജസ്റ്റ് ട്രേഡ് എടുക്കുക, കുറച്ച് പൈസ കിട്ടും, അതുകൊണ്ട് അടിച്ചു പൊളിക്കുക, ഡേ ലൈഫ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് വല്ല ചെറിയ ഫണ്ട് ഇട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഞാൻ മെയിനായിട്ട് ഈ ചെറിയ, അതായത് ഇങ്ങനെ പഠിക്കുന്ന ചെറിയ ഫണ്ടൊക്കെ ഇട്ട് പഠിക്കണമെന്ന് താല്പര്യമുള്ളവർക്കാണ് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അത് ഈ ചെറിയ പൈസ വെച്ച് നമുക്ക് ഇത്രയും ഒരു 20% 30% പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം വലിയ ഫണ്ട് കേട്ട് എത്ര റിസ്ക് എടുത്തിട്ട് നമുക്ക് ചെയ്യണമെന്ന്. എനിക്ക് ഇത്, അതായത് ഈ ഒരു ചെറിയ ഫണ്ട് ഇട്ടിട്ട് ചെയ്യുമ്പോൾ നമുക്കധികം റിസ്ക്കും ഇല്ല. പോവുകയാണെങ്കിൽ എന്താ ഒരു 300 രൂപയിൽ താഴെ പോകത്തുള്ളൂ. ബാങ്ക് നിഫ്റ്റി തന്നെ 25 ഒരു ലോട്ട് ഏകദേശം 10 പോയിൻറ്റ് മാറിക്കഴിഞ്ഞാൽ തന്നെ 250 രൂപ പോകത്തുള്ളൂ. അങ്ങനെ 10 പോയിൻറ്റ് 15 പോയിൻ്റാണ് സ്റ്റോപ്പ് ലോസ് ഇടാറുള്ളൂ. അപ്പോൾ തന്നെ എന്തായാലും എൻ്റെ ഒരു 300 രൂപ അത്രയേ വരത്തുള്ളൂ സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ. പക്ഷെ നമ്മൾ മാക്സിമം ആയിട്ട് ഔട്ട്പുട്ട് എടുക്കും. ഈ ഫിൻവേസിയ ഭയങ്കര സുഖമാണ് സ്കാൾപ്പ് ചെയ്യാൻ. 10 രൂപ, വെറും 10 രൂപ എടുത്താൽ മതി അവർക്ക് ഒരു ട്രേഡിന്. ജസ്റ്റ് ഒരു പോയിൻ്റ് മാറിക്കഴിഞ്ഞാൽ തന്നെ 25 രൂപ കിട്ടും. അവിടെ തന്നെ 15 രൂപ ഒരു ചായ കുടിക്കാനുള്ള കാശ് സുഖമായിട്ട് കിട്ടും. അപ്പോൾ മാർക്കറ്റ് ഇനിയിപ്പോൾ അപ്പാവാൻ അറിയില്ല. ഞാൻ ഇനി എന്തായാലും ട്രേഡ് ചെയ്യുന്നില്ല. 687 റുപ്പീസ് ഭയങ്കര ധാരാളമാണ് നമുക്ക്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ഗൈസ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.